ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ ലെവൽസ് നോക്കാം. നിഫ്റ്റിയിൽ 23,496 താഴേക്ക് വരികയാണെങ്കിൽ ഞാൻ അപ്പ് സൈഡിലേക്കായിരിക്കും നോക്കുക. അതുപോലെ 23,795 മുകളിലേക്കാണ് ആദ്യം പോകുന്നതെങ്കിൽ ഞാൻ ഡൗൺ സൈഡിലേക്കായിരിക്കും നോക്കുക. 23,490 എന്ന് പറഞ്ഞാൽ 23,500 എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ലെവലിൻ്റെ താഴെയാണ്. അപ്പോൾ അവിടെ ലിക്വിഡിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുകളിലേക്ക് ആ ഒരു ഏരിയ നോക്കുന്നത്. അപ്പ് സൈഡ് ലിക്വിഡിറ്റി കുറച്ച് മുകളിലാണ്. അപ്പോൾ ഇത് ടാപ്പ് ചെയ്താലും ട്രേഡ് ഉള്ളൂ. ഇപ്പോൾ മാർക്കറ്റ് അതിൻ്റെ സെൻറ്ററിലാണ്. ബാങ്കിലാണെങ്കിൽ ഈ 49,389 ഡൗൺ സൈഡ് ലിക്വിഡിറ്റി. പ്രീവിയസ് ഡേയുടെ ലോ ഒക്കെയാണ്. അതുപോലെ ഡെയിലി ടൈം ഫ്രെയിം ഐഡിയസ് കൊടുത്തതാണ്. അപ്പോൾ ബാങ്കിൽ ഒരു അപ്പ് സൈഡിലേക്കുള്ള ചാൻസ് ഉണ്ട് അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ. ഇനി 50,284 ആദ്യം ടാപ്പ് ചെയ്യുന്നതെങ്കിൽ ഡൗൺ സൈഡിലേക്കായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. പക്ഷേ എനിക്ക് തോന്നുന്നത് ഡൗൺ സൈഡ് ലിക്വിഡിറ്റിൻ്റെ അടുത്താണ് ബാങ്ക് ഉള്ളത്. മുകളിലേക്കായിരിക്കും ചിലപ്പോൾ ചാൻസ് കിട്ടാമെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും നോക്കാം, ഞാൻ ചാൻസ് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. അതിന് മുമ്പ് ഒരു ചെറിയ ഒരു കാര്യം, അതായത് ഒരുപാട് ആളുകൾ ഇന്നലെയും വന്നതെന്നൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. അവരൊന്ന് ആൻസർ പറയണമെന്ന് എനിക്ക് തോന്നി. ഞാൻ പലപ്പോഴും പറഞ്ഞ കേസ് തന്നെയാണ്. ആളുകൾ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ മാസം എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു സിസ്റ്റം വെച്ച്, ഈ ഒരു സെറ്റപ്പ് വെച്ച് എന്നുള്ളത്. എനിക്ക് അങ്ങനെ ഒരു ഗ്യാരണ്ടി ഒരിക്കലും ഇതിൽ പറയാൻ പറ്റില്ല എന്നുള്ളത്. അതായത് നമുക്ക് ഏത് സിസ്റ്റം ആയാലും അങ്ങനെ തന്നെയാണ്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ആ രീതിയാണ്. നമുക്ക് ഈ മാസം എത്ര കിട്ടുന്ന അടുത്ത ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളെ സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സിസ്റ്റം ആണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഡിസിപ്ലിനോട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉണ്ട്. ചില ഓരോ മാസങ്ങൾ പ്രോഫിറ്റ് കിട്ടുമെന്ന് എത്രയൊന്നും പറയാൻ പറ്റില്ല. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ഉറപ്പുണ്ടാവില്ല. ചെറിയ ലോസ് ഉള്ള മാസങ്ങളുണ്ടാവും, പ്രോഫിറ്റ് ഉള്ള മാസങ്ങളുണ്ടാവും. ഓവറോൾ നോക്കുമ്പോൾ പ്രോഫിറ്റബിൾ ആവുക എന്നുള്ളതാണ് ട്രേഡറിൻ്റെത്. സമയം 10:26 നമുക്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൽ ഒരു ഡൗൺ സൈഡ് എൻട്രി ഉണ്ട്. മാർക്കറ്റ് എന്താ പറയുക, നിഫ്റ്റിയിൽ നമ്മൾ മാർക്ക് ചെയ്ത ഏരിയയിലൊന്നും ടാപ്പ് ചെയ്തിട്ടില്ല. നിഫ്റ്റി എന്താ പറയുക 23,500 താഴേക്ക് വരുമ്പോഴാണ് നമ്മൾ നോക്കാൻ. പക്ഷേ ആദ്യം മാർക്കറ്റ് ടാപ്പ് ചെയ്തത് ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ലിക്വിഡിറ്റി ഏരിയയിലാണ്. അപ്പം ആ ഒരു ഏരിയയിൽ താഴേക്കാണ് ഫ്യൂച്ചർ ചാർട്ടിൽ ഇപ്പോൾ ഒരു എൻട്രി കാണുന്നുണ്ട്. പക്ഷേ ഞാൻ ആ എൻട്രി എടുത്തിട്ടില്ല കേട്ടോ. എൻട്രി എടുക്കാതെക്കാൻ കാരണം എന്താ വെച്ചാൽ സ്പോട്ട് ചാർട്ടിൽ എൻട്രി വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഒരു ഇന്ന് ക്രിയേറ്റ് ചെയ്ത അപ്പ് സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഫോളോ ചെയ്യുമ്പോൾ ഒരു പുൾ ബാക്ക് ഏരിയയിൽ ഉണ്ടായ ഒരു അപ്പ് സൈഡ് ലിക്വിഡിറ്റി ഏരിയയിലാണ് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റിൽ നമുക്കിപ്പോൾ ഡൗൺ സൈഡിലേക്കുള്ളൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷേ ഞാൻ ട്രേഡ് എടുത്തില്ല. ഞാൻ എടുക്കാത്തതിൻ്റെ കാരണം നമ്മളെ ഫ്യൂച്ചർ ചാർട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. സ്പോട്ട് വരാത്തതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. ഞാൻ പറഞ്ഞതെന്നുള്ളൂ, ഇങ്ങനെയാണ് എൻട്രീസ് വരിക. ചില സമയത്ത് ഇപ്പോൾ ഈ ഒരു ട്രേഡിൽ ടാർജറ്റ് അടിക്കുകയോ എസ് അടിക്കുകയോ എനിക്കറിയില്ല. ചിലപ്പോൾ സ്പോട്ട് ചാർട്ടിൽ വരാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല എന്ന് കരുതുക. ചിലപ്പോൾ ഫ്യൂച്ചർ ചാർട്ടിൽ തന്നെ എൻട്രി നോക്കിയിട്ടാണ് ചെയ്തിരുന്നത്, അത് എൻട്രി എടുത്തെന്നും കരുതുക. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇത് എസ് എൽ അടിച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ നോക്കിയിട്ടാണ് എസ് എൽ എന്നുള്ള കേസും പറയാതിരിക്കുക. ഇനി സ്പോട്ട് നോക്കിയിട്ട് എൻട്രി എടുത്തിട്ട് അത് ടാർജറ്റ്, രണ്ടിനെയും ബ്ലെയിം ചെയ്യാനില്ല. ഞാൻ പറഞ്ഞ ഏത് ഒന്നിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പോൾ ആളുകളുടെ ക്വസ്റ്റ്യനിൽ വരുന്നതാണ് ഈ ഫ്യൂച്ചർ നോക്കിയിട്ടാണോ സ്പോട്ട് നോക്കി. ഞാൻ പല പ്രാവശ്യം ബാക്ക് ടെസ്റ്റ് ചെയ്ത കാര്യം, ഫ്യൂച്ചറാണോ സ്പോട്ടാണോ. രണ്ടിലും അതിൻ്റേതായ പ്രോബബിലിറ്റി ഉണ്ട്. ഫ്യൂച്ചറിലായാലും സ്പോട്ടിലായാലും രണ്ടിനും അതിൻ്റേതായ പ്രോബബിലിറ്റി ഉണ്ട്. നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് എൻട്രീസ് ഒക്കെ പെട്ടെന്ന് കാണാൻ കഴിയും. തുടക്കക്കാർക്ക് നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ രണ്ട് ട്രേഡിങ് രണ്ട് വിൻഡോയിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടിലും കാണാൻ പറ്റും. പക്ഷേ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും ആ ഒരു രീതിയിൽ ഏതെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്യാൻ നല്ലത്. ഓക്കെ, ഫ്യൂച്ചർ ചാർട്ട് പ്രകാരമാണെങ്കിൽ കുറച്ച് നേരത്തെ എൻട്രി 45 റേഞ്ചിലൊക്കെ എൻട്രി കിട്ടിയിട്ടുണ്ടാവാം. കുറച്ച് മേലെ വന്നപ്പോഴായിരിക്കുമല്ലോ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടാവുക. ഈ ഒരു ഏരിയ നിന്നായിരിക്കും എൻട്രി എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കൊരു 45-44 റേഞ്ചിലൊക്കെ എൻട്രി വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഏതായാലും നോക്കാം. ഇനിയിപ്പോൾ അത് എസ് എൽ ആണോ ടാർജറ്റ് ആണോ ഏതായാലും നമ്മൾ എടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് അതിനൊരു എൻട്രി ആണെന്ന് പറഞ്ഞതാണ്. അപ്പോൾ പ്രീമിയം നമ്മൾ അടിച്ചു നോക്കിയാൽ 23,650 പുട്ട് ഓപ്ഷൻ എടുത്ത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ വാല്യൂ ഇപ്പോൾ 47 കാണുന്നത്. അപ്പോൾ ആ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത സമയത്ത് നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു പുട്ട് ഓപ്ഷൻ എടുക്കാനുള്ള സമയത്ത് അതിൻ്റെ പ്രൈസ് കുറച്ചും കൂടി ഡൗൺ സൈഡിലുണ്ടായിരുന്നു. 45-44 റേഞ്ചിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. ടോപ്പിലാണ് ആ എൻട്രി വന്നത്. ഏതായാലും ഞാൻ എടുത്തിട്ടില്ല. നോക്കാം, നമുക്ക് അതിൻ്റെ ഒരു അവസ്ഥ നോക്കാം. ഇതുവരെ ട്രേഡൊന്നും എടുത്തിട്ടില്ല കേട്ടോ. സമയം 10:49. ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മൾ ടാർജറ്റിലേക്ക് ടാർജറ്റ് എടുത്തിട്ട് ഒരുപാട് പോയി മാർക്കറ്റ്. ഭയങ്കര മൂവ്മെൻ്റ് ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞ 45 നമ്മൾ നോക്കിയിരുന്ന പ്രീമിയം ഇപ്പോൾ 145 125 അപ്പോൾ 150 വരെയൊക്കെ പോയിട്ടുണ്ട്. ഭയങ്കര മൂവ്മെൻറ്റും അല്ലേ. അത് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ ഫ്യൂച്ചർ ചാർട്ടിൽ അനുസരിച്ചിട്ട് എൻട്രി ഉണ്ടായിരുന്നു, എടുത്തിട്ടില്ല. ഇനി ഇതേപോലെ തന്നെ സ്പോട്ട് ചാർട്ടിൽ വരുന്ന ദിവസം ഉണ്ടാവും, ഫ്യൂച്ചറിൽ കിട്ടാത്ത ദിവസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്നിനെ ഇതെന്ന് പറയില്ല. അപ്പോൾ ഏതാണ് നമ്മൾ ഫോക്കസ് ചെയ്യണത് ഫോക്കസ് ചെയ്യും. ഒരു ദിവസം ഫ്യൂച്ചറിൽ കിട്ടിയില്ല, സ്പോട്ടിൽ വന്നാൽ അപ്പോൾ നമ്മൾ ടെൻഷനാവും. ഇനി അതിൽ ചെയ്യുക, ഇനി ഇതിൽ ചെയ്യുന്ന ആ ഒരു തെറ്റിദ്ധാരണ മാറാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ എക്സാമ്പിൾ കാണിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാവരുത്. നമ്മൾ ഏതിലാണോ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യുക. രണ്ടിലും എൻട്രി വരുന്ന ദിവസം ഉണ്ടാവും, ഇല്ലാത്തതുകൊണ്ട് രണ്ടിലും എസ് എൽ അടിക്കുന്ന ദിവസം ഉണ്ടാവും. അപ്പോൾ ഏതിലൊന്നിലും ഫോക്കസ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മളെ ബാങ്ക് നിഫ്റ്റി 49,389 റേഞ്ചിലേക്ക് എത്തുന്നുണ്ട് അല്ലേ. ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഇതുവരെ എത്തിയിട്ടില്ലായിരുന്നു ഫസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം. അപ്പോൾ ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അപ്പ് സൈഡിലേക്ക് നോക്കാം. അതുപോലെ നിഫ്റ്റി ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടാർജറ്റ് വെച്ച ഏരിയ ഉണ്ടല്ലോ,
ആ ഒരു ഏരിയ നമുക്ക് ടാപ്പ് ചെയ്യുമ്പോൾ അപ്പ് സൈഡിലേക്ക് നോക്കാം. സമയം 11:21 നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ ഡൗൺ സൈഡിൽ രാവിലെ മാർക്ക് ചെയ്ത ഏരിയ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഒരു അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ് നോക്കാം. അത്യാവശ്യം നല്ല ടാർജറ്റ് ഉണ്ട് അത് 1:6 7 ഈസി ആയിട്ടുണ്ട്. 6-7 അതിൽ പോകുന്നുണ്ട് ടാർജറ്റ്. 6 എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. 6-7 ഏതായാലും ഈ ഒരു ഏരിയയിലേക്ക് വന്നാൽ നമുക്ക് ട്രേഡ് എടുക്കാം. നമ്മൾ എന്താ പറയുക 43,200 49,300 കോൾ ഓപ്ഷൻ നമ്മൾ റെഡിയാക്കി വെക്കാം. 960 റേഞ്ചിലൊക്കെ അതിൻ്റെ താഴേക്ക് വരും മിക്കവാറും എൻട്രി ഏരിയയിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നത്. ആ ഒരു ഏരിയയിലെത്തുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. അതാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള എൻ്റെ ട്രേഡ് പ്ലാൻ. ഇതുവരെ നമ്മൾ 11:30 ഇതുവരെ ഫസ്റ്റ് ട്രേഡ് എടുത്തിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ട്രേഡ് നമ്മളൊന്ന് വാച്ച് ചെയ്ത് നമ്മൾ ലിക്വിഡിറ്റി ഏരിയ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ട്രേഡ് നമ്മൾ എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി താഴെ വരുന്നത് എനിക്ക് തോന്നുന്നത് പ്രീമിയം ആ ഒരു ഏരിയയിലെത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നമുക്ക് എന്താ പറയുക ഫ്യൂച്ചറും സ്പോട്ടും ഒക്കെ എന്താ പറയുക വലിയൊരു ഡിഫറൻസ് ഒന്നും കാണിക്കില്ല മൊമെൻറ്റത്തിലൊന്നും. ഏതായാലും നമ്മൾ അപ്സൈഡിൽ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിഫ്റ്റിയിലും ഇതുപോലെ ഉണ്ട് കേട്ടോ. നിഫ്റ്റിയിലും അപ്സൈഡ് ട്രേഡ് ഉണ്ട്. നിഫ്റ്റിയിലും ഇതേപോലെ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഇന്ന് ക്രിയേറ്റ് ചെയ്ത് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മളെ ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കാം. നമുക്ക് ഏറ്റവും താഴെ നോക്കാം. ഒരുപാട് ലിക്വിഡിറ്റീസ് ഉണ്ട്. അതിൽ ഏരിയയിൽ എത്തുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം. ഏതിലാണോ ചെയ്യുന്ന അറിയില്ല. ഞാൻ ചാൻസ് ചെയ്താൽ വരുന്ന അതിനനുസരിച്ച് നോക്കാം. നമുക്ക് ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 11:49 ആയിട്ടുണ്ട്. നമുക്ക് ഒരു അപ്സൈഡിലേക്കുള്ള എൻട്രി നോക്കാം. ഇപ്പോൾ നിഫ്റ്റിയിൽ നോക്കണം കേട്ടോ. ഞാൻ നേരത്തെ ബാങ്ക് നിഫ്റ്റിയിലാണ് നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്. പക്ഷേ നിഫ്റ്റിയിലാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. കുറച്ചും കൂടി വലിയ ടാർജറ്റ് ഉണ്ട് നിഫ്റ്റിയിലും. നമുക്ക് ഏതായാലും മുകളിലേക്ക് നോക്കാം. നമ്മുടെ പ്രീമിയം ഒക്കെ ഓൾമോസ്റ്റ് നമ്മുടെ എൻട്രി ഏരിയയിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ ഇന്ന് കിട്ടിയ ഒരു എന്താ പറയുക 23,500 കോൾ ഓപ്ഷൻ 60 റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത്. 59 റേഞ്ചിലാണ് നമുക്ക് എൻട്രി എടുക്കാം. നമ്മൾ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ ബാങ്ക് നിഫ്റ്റി ഉണ്ടല്ലോ 49,326 ആ ഒരു റേഞ്ചിൽ ഒരു ലിക്വിഡ് ഉണ്ട്. ബാങ്കിലും ഉണ്ട്. നിഫ്റ്റിൻ്റെ ബാങ്ക് നിഫ്റ്റിയും എൻട്രി ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കൺസിഡർ ചെയ്യല്ലേ. ബാങ്ക് നിഫ്റ്റിയിലും ഏകദേശം ബാങ്ക് നിഫ്റ്റി ഏതായാലും നമുക്ക് എൻട്രി എടുക്കാം. 60 61 59 റേഞ്ചിലൊക്കെ ആയിരുന്നു പ്രീമിയം. ഒന്നുകൂടി 59 60 താഴെ വരട്ടെ. സെയിം തന്നെ നമ്മൾ ആ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തപ്പോൾ തന്നെയാണ് 59. ഓക്കെ നമുക്ക് എൻട്രി എടുക്കാം. എൻട്രി നമ്മളെടുത്തത് 59.80 നമ്മൾ നേരെ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത സമയത്ത് ആ റേഞ്ചിൽ തന്നെ ഉണ്ട്. 59-60 റേഞ്ചിൽ തന്നെയായിരുന്നു പ്രീമിയം ഉണ്ടായിരുന്നത്. ആ സമയത്തിലാണ് നമ്മൾ ട്രേഡ് എടുത്തത്. നമുക്ക് സ്റ്റോപ്പ് ലോസ് 6 പോയിൻറ്റ്സ് ആണ്. അതായത് ഈ ട്രേഡിൽ ലോസ് വരികയാണെങ്കിൽ 2,200 റേഞ്ചിലായിരിക്കും ലോസ് വരിക. ബാങ്ക് നിഫ്റ്റിയിലുണ്ട് നിഫ്റ്റിയിലുണ്ട് ഓപ്പർച്യൂണിറ്റി. രണ്ട് ഏരിയയിലുണ്ട്. നമ്മൾ ഇന്നത്തെ ഡേയിലോ എടുക്കുമോ മാർക്കറ്റ് ഡേയിലോ എടുത്തോ? ഇന്നത്തെ ഡേയിലോ എടുത്താൽ പിന്നെ നമുക്ക് അത്രയും വലിയ ടാർജറ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതിൻ്റെ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഏരിയയിലാണ് എൻട്രി ഉള്ളത്. ബാങ്ക് നിഫ്റ്റിയിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്തൊരു പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ടുള്ള എൻട്രി കേട്ടോ. താഴേക്ക് തന്നെയാണോ വരുന്നത്? മാർക്കറ്റ് ഇന്നത്തെ ഡേയിലോ എടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ITX ലെവൽ മാറിയിട്ടുണ്ടാവും. മിക്കവാറും ലിക്വിഡിറ്റി ഏരിയകൾ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് ഇത്രയും വലിയ ടാർജറ്റ് വെക്കാൻ പറ്റലുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ബാങ്ക് നിഫ്റ്റിയിൽ. ഏതായാലും നോക്കാം. നമുക്കൊരു 1:5 കിട്ടി അല്ലെങ്കിൽ അടുത്തുള്ള സിങ് ഹൈ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അതിൻ്റെ അനുസരിച്ച് പ്ലാൻ ചെയ്യാം. ഒന്നെങ്കിൽ എക്സിറ്റ് ചെയ്യേണ്ടി വരും അവിടെ, അല്ലെങ്കിൽ താഴേക്ക് തന്നെ മാർക്കറ്റ് വരികയാണെങ്കിൽ SL അടിച്ചോളൂ. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അടുത്ത ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അത്രേ ഉള്ളൂ. ഈ ഒരു ട്രേഡിൽ എന്താ സംഭവിക്കണമെന്ന് ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്തുതരാം. ഇത് ഞാൻ പറഞ്ഞു ഒന്ന് ക്രിയേറ്റ് ചെയ്തൊരു പ്രൈസ് ആക്ഷനാണ്. ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തപ്പോൾ അപ്പ് സൈഡിലേക്കുള്ള ഒരു എൻട്രിയാണ്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രിയാണ്. ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം. സമയം 12:17 നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ അപ്പ് സൈഡ് ലിക്വിഡിറ്റി ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ടാർജറ്റ് ലെവൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എക്സിറ്റ് ചെയ്യാം. കാരണം 23,573 ഒരു ലിക്വിഡിറ്റി ഏരിയയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത വലിയ ടാർജറ്റിലേക്ക് ഞാൻ പറഞ്ഞു വെക്കാൻ പറ്റില്ല എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1:5 കിട്ടിയിട്ടുണ്ട്. നമുക്ക് എക്സിറ്റ് ചെയ്യാം. അതാണ് ബെറ്റർ. 1:5 ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ മൊബൈലിൽ ചെയ്തിട്ടുണ്ട്, എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. എക്സിറ്റ് ചെയ്യാൻ കാത്തിക്കണി. പക്ഷേ ഭയങ്കര സ്പൈക്കാണല്ലോ പ്രീമിയം. എനിക്ക് എക്സിറ്റ് വന്നത് 89-ലാണ്. 59 എൻട്രി എടുത്തിട്ട് 89-ൽ എക്സിറ്റ്. ഇപ്പോൾ 110 112 എൻ്റെ 20 പോയിൻറ്റ് പിന്നെ
സ്പൈക്ക് അടിച്ചുകൊണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ ലോജിക്കലിയാണ് എക്സിറ്റ് ചെയ്തത്. അത് വെറുതെ ഒരു ഏരിയയിൽ ഞാൻ ടാർഗറ്റ് വെച്ചിട്ട് മാറ്റി എക്സിറ്റ് ചെയ്തില്ല. ഞാൻ എൻട്രി എടുത്തതിന് ശേഷമാണ് അതൊരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ആയത് 23,573. അപ്പോൾ അവിടുന്ന് ഡൗൺ സൈഡിലേക്കാണ് നമുക്ക് ആ ഒരു ഏരിയയിൽ നമുക്ക് ട്രേഡ് നോക്കാൻ പറ്റും നമ്മുടെ ഒരു സെറ്റപ്പ് അനുസരിച്ച്. അപ്പോൾ നമ്മൾ അധികമായിട്ട് ചിലപ്പോൾ മാർക്കറ്റ് അങ്ങനെ മുകളിലേക്ക് തന്നെ പോയിട്ട് വലിയ ടാർഗറ്റ് കാണിക്കാം. പക്ഷേ നമ്മളൊരു പ്രോപ്പർ റീസണിൽ എക്സിറ്റ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, എനിക്ക് മാനസികമായിട്ട് വലിയ പ്രശ്നം വരില്ല. നമുക്ക് പ്രശ്നം വരിച്ചാൽ നമ്മൾ എടുത്ത ട്രേഡ് എക്സിറ്റ് ചെയ്ത് 90-ന് എക്സിറ്റ് ചെയ്ത് 200-ഒക്കെ എത്തുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരിക അല്ലേ. കുഴപ്പമില്ല, ഇനിയിപ്പോൾ 200-ലേക്ക് പോയി കഴിഞ്ഞാലും ഒരു പ്രോപ്പർ റീസൺ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ എക്സിറ്റ് ചെയ്തതെന്നുള്ളൊരു ബോധം ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ എനിക്ക് അത്രയും പോയിരുന്നെങ്കിൽ ഇത്ര പിടിക്കാൻ പറ്റുന്നത് അങ്ങനെയൊന്നുമില്ല, പ്രോപ്പറായിട്ടുള്ള റീസൺ കൊണ്ടാണ് എക്സിറ്റ് ചെയ്ത്. എന്നാൽ നമുക്ക് 1:5 എത്തിയിട്ടുണ്ട്. ഞാൻ പ്രീ പ്ലാൻ ചെയ്ത് തന്നെയാണ്, നമ്മൾ എൻട്രി എടുത്തതിന് ശേഷമാണ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ 1:5 ആകുമ്പോൾ ഇറങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ ഇറങ്ങി, കുഴപ്പമില്ല. ഏതായാലും നോക്കാം. നമുക്ക് എന്താ പറയുക, ഓൾമോസ്റ്റ് 11:50 ട്രേഡ് എടുത്ത് 12:17 ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ആ ഒരു ട്രേഡ് കഴിഞ്ഞിട്ടുണ്ടല്ലേ. ഓൾമോസ്റ്റ് 1:5 റേഞ്ചിൽ പ്രോഫിറ്റ് കറക്റ്റ് എക്സാക്ട്ലി 1:5 കിട്ടി. എങ്ങനെയാണ് ആ ഒരു ഞാൻ ഒരു 5 സെക്കൻഡ് മൈക്രോ സെക്കൻഡ് അല്ലെങ്കിൽ 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് എക്സിറ്റ് ചെയ്തെങ്കിൽ രസം. അതിപ്പോൾ 110 പ്രീമിയം പിന്നെ കാണിച്ചത്, അത് നമ്മുടെ ഒരു ഭാഗ്യം പോലെ ഉണ്ടാവും എന്നുള്ളതാണ്. ചിലപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ താഴേക്കും വരാം, രണ്ടും സംഭവിക്കാം അവിടെ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ 115-ലൊക്കെയുള്ള പ്രീമിയം കുഴപ്പമില്ല. ഏതായാലും ഇനി നമുക്ക് ഡൗൺ സൈഡിലേക്ക് നോക്കാം, അതായിരിക്കും നന്നാവുക. ഒരു നമ്മുടെ സെറ്റ് പ്രകാരം ഡൗൺ സൈഡിലേക്ക് നോക്കാൻ പറ്റിയ ഒരു ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. അവസരം കിട്ടുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. സമയം 12:29. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ മാർക്കറ്റ്. അവിടുന്ന് ശേഷം ഡൗൺ സൈഡിലേക്ക് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നില്ല, നമ്മുടെ ഒരു സിസ്റ്റം പ്രകാരം ഒരു എൻട്രി ചാൻസ് തന്നില്ല. ജസ്റ്റ് എൻട്രീൻ്റെ അടുത്തൊക്കെ എത്തിയിട്ട് നേരെ പിന്നെയും ഫാളോ വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു എൻട്രി താഴേക്ക് ഇത്രയും വലിയ സ്പൈക്ക് കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു വെച്ചാൽ അത്രയും പ്രോഫിറ്റ് എടുക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ എൻട്രി എടുത്തതിന് താഴെ വന്നപ്പോൾ പ്രീമിയം നമുക്ക് നിങ്ങൾക്ക് കണ്ടാൽ 60, ഞാൻ എൻട്രി എടുത്തത് ആ റേഞ്ചിലാണ്, 59 റേഞ്ചിലാണ്. മാർക്കറ്റ് 53 വരെയൊക്കെ പോയി. ഇപ്പോൾ എൻ്റെ എസ്എല്ലിൽ മിക്കവാറും അടിച്ചിട്ടുണ്ടാവും ആ സമയത്ത്, പ്രോപ്പർ ആ ടൈമിൽ എക്സിറ്റ് ചെയ്തില്ല. ഇപ്പം ഇനി താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും എന്തായാലും അടിച്ചു പോകുന്നുള്ളതാണ്. അപ്പോൾ ആ ടൈമിൽ എക്സിറ്റ് ചെയ്തതുകൊണ്ട് അത്രയും നല്ലത്. ചില സമയത്ത് ഞാൻ വാശി പിടിച്ചിട്ട് മുകളിൽ എത്തട്ടെ എന്ന് ഞാൻ ആദ്യം തീരുമാനിച്ചതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്രോപ്പറായിട്ട് റീസൺ ഉണ്ടായിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ താഴേക്ക് വന്നു. പക്ഷേ നമുക്ക് ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുക്കാൻ ഓപ്പർച്യൂണിറ്റി തന്നില്ല. നമുക്ക് ലിക്വിഡിറ്റി ഏരിയാസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം ടാർഗറ്റിലേക്ക് ഡിസ്റ്റൻസും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എൻട്രി തരാതെ താഴേക്ക് വന്നു. അപ്പോൾ നമുക്ക് എൻട്രി അവസരം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എൻട്രി എടുക്കാനും പറ്റില്ല. അതാണ് ഇവിടെയുള്ള അവസ്ഥ. ഏതായാലും നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇനി ബാങ്ക് നിഫ്റ്റിയിലും അതുപോലെ, ബാങ്ക് നിഫ്റ്റി നമുക്ക് അപ്പ് സൈഡിലേക്ക് നല്ല മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് മൂവ് സൈഡിലേക്ക്, പക്ഷേ ഇവിടെ താഴേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് നിഫ്റ്റി. ഏതായാലും ഇനി ഒരു ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതുവരെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഒന്നും, പിന്നെ ചാൻസസ് ഒരുപാട് ലിക്വിഡിറ്റി ഏരിയാസൊക്കെ ടാപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ചില സമയത്ത് എൻട്രി കിട്ടില്ല, ചില സമയത്ത് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യില്ല, പല റീസൺസ് ഉണ്ടാവും. ഏതായാലും നമുക്ക് അവസരം കിട്ടാത്തതിനോട് ട്രേഡ് എടുത്തില്ല. പിന്നെ ചില സമയത്ത് എൻട്രി കിട്ടിയാൽ നമുക്ക് വിചാരിച്ചാത്ത ടാർഗറ്റിലേക്ക് ഡിസ്റ്റൻസ് ഇല്ലെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല. ഇന്ന് രാവിലെ അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട് സംഭവം മാർക്കറ്റിൽ, അങ്ങനെയൊക്കെ വരാം മാർക്കറ്റിൽ. ഏതായാലും എന്താ പറയുക, എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സമയം 3 മണി ആയിട്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ റെക്കോർഡ് ചെയ്ത പോർഷൻ കിട്ടിയില്ല. ഒരു ട്രേഡും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. ജസ്റ്റ് സെക്കൻഡ് ട്രേഡ് എടുത്ത സമയം 1:34 എടുത്തത്. 1:55 എക്സിറ്റ്. അത് കോസ്റ്റ് പ്രൈസിൽ എക്സിറ്റാണ്. അത് എൻട്രി എടുക്കാനുള്ള റീസണും എക്സിറ്റ് ചെയ്യാനുള്ള റീസണും ഞാൻ പറഞ്ഞുതരാം. അത് നിഫ്റ്റിയുടെ, ഞാൻ പറഞ്ഞ പോലെ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിൽ മാത്രമേ എൻട്രി ഉണ്ടായിരുന്നു, സ്പോട്ട് ചാർട്ടിൽ ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ആ എൻട്രി നമുക്ക് നേരത്തെ ഫ്യൂച്ചർ ചാർട്ടിൽ കിട്ടിയ ടാർഗറ്റിലേക്ക് പോയി. ഇപ്പോൾ ഫ്യൂച്ചർ ചാർട്ടിൽ കിട്ടിയത് മുകളിലേക്ക്, മീൻസ് ടാർഗറ്റിലേക്ക്. അപ്പം നേരത്തെ അതേ കേസ് തന്നെ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷമാണ് ഒരു പുതിയൊരു IDX മാർക്കറ്റിൽ ക്രിയേറ്റ് ആയത്. അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അവിടെ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ വലിയ ഡിസ്റ്റൻസ് ഇല്ല. പിന്നെ ഞാനൊരു ഇതിലെടുത്തതാണ്. പിന്നെ ടാർഗറ്റിലേക്ക് നല്ല മൂവ്മെൻറ്റ് ഒന്ന് എക്സ്പയർ ചെയ്യണമല്ലോ. ലാസ്റ്റ് ടൈമിൽ ഒരു മൊമെൻറ്റം കിട്ടിയാലോ എന്നുള്ള പ്രതീക്ഷിച്ച് ഒരു ട്രേഡ് എടുത്ത ടൈമൊക്കെ ഇവിടെ കാണാം. എക്സിറ്റ് ചെയ്യാനുള്ള റീസണും പറഞ്ഞാൽ വെറുതെ എക്സിറ്റ് ചെയ്തല്ല, കോസ്റ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാനും ഒരു റീസൺ ഉണ്ട്. അതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ എൻട്രി ടൈം ഇവിടെ കാണാം. 1:34 എൻട്രി എടുത്തത്. 1:34 എൻട്രി എടുത്തത്. ഇന്നത്തെ ഫ്യൂച്ചർ ചാർട്ടിൽ മാത്രമുള്ളായിരുന്നു കേട്ടോ. ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി മാർക്കറ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് അപ്പ് സൈഡിലേക്ക് ട്രേഡ് എടുത്തതാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് 1:34 എൻട്രി വന്നത്. നമുക്ക് ആ എൻട്രി എടുത്ത സമയത്ത് എന്താ പറയുക, ഇന്ന് തന്നെ ആ എൻട്രി എടുത്ത സമയത്ത് തന്നെ ശരിക്ക് തൊട്ട മുകളിലൊരു ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് അധികം അവിടെ എത്തുമ്പോൾ ഇറങ്ങിയാലെങ്കിലും മതിയായിരുന്നു. അവിടെ എത്തിങ്ങ് ഇറങ്ങുമ്പോൾ അത്യാവശ്യം ഒരു 1:2 ഒക്കെ അടുത്ത് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ ഞാൻ ഇറങ്ങിയില്ല. ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ കോസ്റ്റ് പ്ലേസിലേക്ക് വെച്ചു. ഞാൻ വിചാരിച്ചു ഇനി അഥവാ മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റിയൊക്കെ ഡെയിലി IDX ആണല്ലോ അടുത്ത്,
അപ്പ് സൈഡിലേക്ക് പറന്ന് പോവുകയാണെങ്കിൽ അത്രയും ടാർഗറ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ 1:2 അടുത്തൊക്കെ പ്രോഫിറ്റ് കാണിച്ചിരുന്നു. പക്ഷെ അവിടെ ഞാൻ എക്സിറ്റ് ചെയ്തില്ല. എക്സിറ്റ് ചെയ്യാതെ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ടു. ആ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തു. ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ് അത്, പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടുന്ന് ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുത്തു. അവർ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ലിക്വിഡിറ്റി തന്നെയാണ് അപ്പ് സൈഡിൽ. അപ്പോൾ താഴേക്ക് നോക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് അവിടുന്ന്. അപ്പോൾ ആ ഒരു ഏരിയ ടാപ്പ് ചെയ്ത സമയത്ത് ഞാൻ എക്സിറ്റ് ചെയ്തില്ല. ഞാൻ മാക്സിമം പ്രോഫിറ്റ് കിട്ടട്ടെ എന്നുള്ളതിൽ കോസ്റ്റ് പ്രൈസിൽ വെച്ചു. അത് കറക്റ്റ് 1.55 ആയ സമയത്ത് എന്താ പറയുക, SL അടിച്ചു. 1.55 എന്ന് പറഞ്ഞാൽ ഇത് 2 മണിയാണ്. 1.55 ഈ ഒരു ഏരിയയിൽ 1.55 അവിടെ എത്തിയപ്പോൾ തന്നെ എക്സിറ്റ്. നമ്മൾ എൻ്റെ അടുത്തതിന് മുന്നേ തന്നെ എക്സിറ്റ് പ്രീമിയം അറിയാലോ, അത് തീറ്റാടിക്ക് ഉണ്ടാവും. എക്സ്പയറി ഡേ ആണ്. ലാസ്റ്റ് ടൈമിൽ ഫാസ്റ്റായിട്ട് തീറ്റാടിക്ക് ഉണ്ട്. നമ്മൾ വിചാരിച്ചോടത്തേക്ക് പെട്ടെന്ന് മൂവ് ചെയ്തില്ലെങ്കിൽ കിട്ടില്ല. അതിനുശേഷം ഒരുപാട് എൻട്രി ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിൽ 2 ലിക്വിഡിറ്റി ഏരിയ ഉണ്ടായിരുന്നു. ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത് ടാർഗറ്റിലേക്ക് ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. അവിടെ നിന്ന് താഴേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരു ഡിസ്റ്റൻസ് ടാർഗറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് എടുത്തില്ല. ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഫ്യൂച്ചർ ചാർട്ടിൽ സ്പോട്ട് ചാർട്ടിൽ താഴേക്കും ഫ്യൂച്ചർ ചാർട്ടിൽ മുകളിലേക്കാണ്. രണ്ടും 2 ഡയറക്ഷനിലേക്കാണ്. പിന്നെ അതുപോലെ വലിയ ഡിസ്റ്റൻസ് ഇല്ല. ഇവിടുന്ന് 2 എടുത്താൽ താഴെ ലിക്വിഡിറ്റി ഉണ്ട്. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ മുകളിൽ നമുക്ക് വലിയൊരു ഡിസ്റ്റൻസ് ഒന്നിനും കണ്ടിട്ടില്ല. അതിനുശേഷം പിന്നെ ഞാൻ ട്രേഡ് എടുക്കാത്തതുകൊണ്ടാണ്. പിന്നെ വേറെ മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മുടെ ട്രേഡിങ് ജേണലിൽ ഞാനൊന്ന് പരിപറ്റി. ഞാൻ പറഞ്ഞു നിങ്ങളോട് ഞാൻ വിചാരിച്ചു ഈ മാസം കുറച്ച് ഈ വീക്ക് ലോസിൽ ക്ലോസ് ചെയ്യേണ്ടിയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വരെ ഇപ്പോൾ ഇപ്പോൾ 8,000 രൂപ പ്രോഫിറ്റ് ആവുള്ളൂ ഓവറോൾ. ഇതിൽ രസം എന്താ വെച്ചാൽ കഴിഞ്ഞ ലാസ്റ്റ് 3 ദിവസം SL ഒറ്റ ടാർഗറ്റ് അടിച്ചില്ല. ആകെ ഈ ഒരു മൊത്തത്തിൽ ഈ 1-ാം തീയതി മുതൽ 9-ാം തീയതി വരെ നമ്മൾ ആകെ 14 ട്രേഡാണ് കണ്ടാ ചെയ്തതിൽ. ടോട്ടൽ നോക്കുകയാണെങ്കിൽ 14 ട്രേഡ് സെറ്റാണ് കണ്ടിട്ടുണ്ടായത്. അതിൽ 2 ടാർഗറ്റുള്ളൂ പ്രോപ്പറായിട്ട് ശരിക്കും അടിച്ചത്. ഒരു ടാർഗറ്റ് എത്തിയിട്ടില്ല. അതിന് മുമ്പ് 6,000 രൂപ പ്രോഫിറ്റ് കിട്ടി. 3 പ്രാവശ്യമാണ് പ്രോഫിറ്റ് എടുത്തത്. ബാക്കി 9 ട്രേഡ് എന്താ പറയുക, 9-10 ട്രേഡ് SL. ഒരു 2 കോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ അടക്കം 2 കോസ്റ്റ് പ്രൈസും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓവറോൾ നമ്മൾ നോക്കേണ്ട 10 ട്രേഡ് സെല്ലും 3 ട്രേഡ് 2 ട്രേഡൊക്കെ ടാർഗറ്റ് അടിക്കുമ്പോൾ നമ്മളിപ്പോൾ പ്രോഫിറ്റബിളാണ്. അതെന്താ വെച്ചാൽ നമ്മുടെ റിസ്ക് റിവാർഡിൻ്റെ ഒരു പവറാണ്, ഒരു പേഷ്യൻസും ഡിസിപ്ലിൻ. നമ്മൾ ഒരു ദിവസം 2 ദിവസം 3 ദിവസം അടുപ്പിച്ച് ലോസ് വന്നപ്പോൾ നമ്മളെ എൻട്രി വരുമ്പോൾ എൻട്രി എടുക്കുക, അത്രയൊക്കെ ചെയ്യാനുള്ളൂ. ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, നമ്മൾ പ്രോപ്പറായിട്ടുള്ള സിസ്റ്റത്തിനനുസരിച്ചും കൂടെ അപ്ഡേറ്റ് ചെയ്യുക. മാർക്കറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഡിസിപ്ലിനിൽ നമ്മൾക്ക് തെറ്റ് വരുത്താതെ പ്രോപ്പറായിട്ട് എൻട്രി സമയത്ത് എടുക്കുക. കണ്ടിന്യൂസ് 3 ദിവസം SL എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 6 SL ആയിരിക്കും. 2 ദിവസം ട്രേഡ് എടുക്കുകയാണ് 6 SL അടുപ്പിച്ച് വരും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഇമോഷണലി പ്രശ്നം വന്ന് വലിയ ഫുള്ള് ക്യാപിറ്റൽ പോയി ചെയ്ത് ക്യാപിറ്റൽ ഇല്ലാതായി അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ട് ക്യാപിറ്റൽ എപ്പോഴും നമ്മൾ അത്യാവശ്യം ക്യാപിറ്റൽ വെച്ചിട്ടാണ് ഒരു ലോട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. 6ഉം 7 ചിലപ്പോൾ 8 SL വരാം, ചിലപ്പോൾ 10 SL അടുപ്പിച്ച് വരാം. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇനി അടുത്ത 10 ട്രേഡ് SL ആണോ, അടുത്ത 10 ട്രേഡിൽ എത്ര ടാർഗറ്റ് ഒന്നും എനിക്കറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അൺസർട്ടൈനിറ്റിൻ്റെ ഒരു ഗെയിമാണ്. അപ്പം അതാണ് അതിൻ്റെ ത്രില്ല്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം അത് തന്നെയാണ്. നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ നമ്മുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുക, അതൊക്കെ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ആ എൻട്രി ഞാൻ ഒന്നുകൂടി വെയിറ്റ് ചെയ്തു, കുറച്ച് താഴെ വരട്ടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ. പക്ഷേ അഗ്രസീവായിട്ടുള്ള എൻട്രി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി കിട്ടിയിട്ടില്ല എന്നുള്ളൂ. ഞാൻ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രിക്ക് വെയിറ്റ് ചെയ്തതാണ്. അഗ്രസീവായിട്ട് മാർക്കറ്റ് നല്ല മൂവ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം 1:5 റേഞ്ചിൽ അതിലും ടാർഗറ്റ് തന്നിട്ടുണ്ട് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഓവറോൾ ഇന്നിപ്പോൾ നമുക്ക് ഏതായാലും 2 ട്രേഡിൽ അവസാനിപ്പിക്കാം. ഇനിയിപ്പോൾ വേറെ ട്രേഡൊന്നുമില്ല. ഇനി നാളത്തെ ദിവസം നോക്കാം. ഇനി അവസരങ്ങളുണ്ടാവും. നാളെയും ട്രേഡ് ചെയ്യുക. ഞാൻ പറഞ്ഞ റിസ്ക് റിവാർഡ് പാലിച്ചാലുള്ള ഗുണങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. എക്സലിൽ നിങ്ങൾക്ക് കാണിച്ചത്. നേരത്തെ ഞാനിപ്പോൾ ഇതുപോലെ വീഡിയോ പോസ് അടിച്ചപ്പോഴാണ് സ്റ്റക്കായി പോയി, മൊത്തം ഇതായി പോയത്, വീഡിയോ കിട്ടാതിരുന്നത്. അപ്പോൾ ചെറിയ വീഡിയോസ് കിട്ടുമ്പോൾ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. ഏതായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് നാളത്തെ ട്രേഡിൽ നോക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു, ബൈ.